ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന നാം ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സ്വരാജ്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന സമരങ്ങളിലൊന്നാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം അഥവാ ദണ്ഡി യാത്ര. നാം വിസ്മരിച്ചു പോയതും അല്ലെങ്കിൽ ചരിത്രങ്ങളിൽ നിന്നും ചിലർ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അലയടിച്ച ആ കാലത്തെ അഹിംസ സമരവീഥികളിലൂടെ ഒരു യാത്ര. ഉപ്പു സത്യാഗ്രഹം എന്നത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉപ്പ് നിയമത്തിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അക്രമരഹിത നിയമലംഘന സമരമായിരുന്നു. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് ഗാന്ധി നടത്തിയ കാൽനട യാത്രയോടെയാണ് ഇത് ആരംഭിച്ചത്. കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ 1930 ഏപ്രിൽ 13 പയ്യന്നൂരിൽ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് ഇത് നടത്തുകയുണ്ടായി. ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനുമുള്ള കുത്തകാവകാശം ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വന്തമാക്കി. അതിന് ഉയർന്ന നികുതി ചുമത്തി. ഇന്ത്യക്കാർക്ക് ഉപ്പ് സൗജന്യമായി നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നപ്പോഴും അവർക്കത് സർക്കാരിൽ നിന്ന് വാങ്ങേണ്ടി വന്നു. 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നേടാൻ സിവിൽ നിയമലംഘനം നടത്താൻ തീരുമാനിച്ചു. ഈ പ്രസ്ഥാനം നയിക്കാൻ മഹാത്മാഗാന്ധിയെ ചുമതലപ്പെടുത്തി. ഉപ്പ് നികുതി ലംഘിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കാരണം ഉപ്പ് സാധാരണക്കാർക്ക് പോലും ആവശ്യമായ ഒരു അടിസ്ഥാന വസ്തുവാണ്. മാർച്ച് 12, 1930 ഗാന്ധിജിയും 78 അനുയായികളും അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ ദണ്ഡി തീരദേശ ഗ്രാമത്തിലേക്ക് കാൽനടയായി യാത്ര തുടങ്ങി. ഏകദേശം 387 കിലോമീറ്റർ, 240 മൈൽ ദൂരം 24 ദിവസമെടുത്താണ് ഇവർ കാൽനടയായി സഞ്ചരിച്ചത്. വഴിയിലുടനീളം ആയിരക്കണക്കിന് ആളുകൾ ഗാന്ധിജിയോടൊപ്പം ചേർന്നു. ഗാന്ധിജിയുടെ ഈ പ്രവർത്തനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് പ്രചോദനമായി. ഏപ്രിൽ 6, 1930 ദണ്ഡിയിൽ എത്തിച്ചേർന്ന ശേഷം കടൽ വെള്ളം തിളപ്പിച്ച് ഗാന്ധിജി ഉപ്പ് നിർമ്മിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഉപ്പ് നിയമം ലംഘിച്ചു. ഈ സംഭവം പിന്നീട് വലിയ തോതിലുള്ള സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. ഗാന്ധിജിയുടെ ഈ പ്രവൃത്തിയെ തുടർന്ന് രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപ്പ് നിയമങ്ങൾ ലംഘിച്ചു. ഉപ്പു സത്യാഗ്രഹ സമരം ആരംഭിച്ച് ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിയെ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇത് സമരം വ്യാപിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ. ഉപ്പു സത്യാഗ്രഹ സമരം ഏതാണ്ട് 1 വർഷക്കാലം നീണ്ടുനിന്നു. രണ്ടാം വട്ടമേശ സമ്മേളന ഉടമ്പടി പ്രകാരം ഗാന്ധിയെ ജയിലിൽ നിന്നും വിട്ടയക്കുന്നതുവരെ ഉപ്പു സത്യാഗ്രഹ സമരം തുടർന്നു. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 80,000-ഓളം ആളുകൾ ജയിലിലായി എന്നു കണക്കാക്കപ്പെടുന്നു. അഹിംസ എന്ന തത്വത്തിൽ അടിയുറച്ച ഒരു സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തെ കാണിച്ചു.